ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ്സിലേക്ക് സ്വാഗതം. നമ്മൾ പോകുന്നത് വെപ്പൺസ് എന്ന പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ്. ചിത്രം ഒരു ഹൊറർ മിസ്റ്ററി ജോണറിൽ വരുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഒരു വൺ ലൈനിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ പട്ടണം, അവിടെ ഒരു സ്കൂൾ. ഒരു ദിവസം ആ സ്കൂളിൽ തൻ്റെ ക്ലാസ്സിലെത്തുന്ന ടീച്ചർ കാണുന്നത്, ആ ക്ലാസ്സിൽ അലക്സ് എന്ന പേരുള്ള ഒരു കുട്ടി ഒഴികെ മറ്റാരും തന്നെയും പ്രസൻ്റ് അല്ല അന്നേ ദിവസം. ടീച്ചർ അതിനെപ്പറ്റി അന്വേഷിക്കുന്നു. പിന്നീടാണ് അവർക്ക് അറിയാൻ സാധിക്കുന്നത്, തലേന്ന് രാത്രി കൃത്യം 2:17 കുട്ടികൾ, അതായത് 10 വയസ്സിനും താഴെയുള്ള കുട്ടികൾ വീടിൻ്റെ ഡോറ് തുറന്ന് എങ്ങോട്ടൊന്നുമില്ലാതെ ഓടിപ്പോയിരിക്കുകയാണ്. ഈ കുട്ടികൾ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും തന്നെ അറിയില്ല. പല വീടുകളുടെയും ക്യാമറയിൽ ഇവർ ഓടിപ്പോകുന്ന ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. പിന്നീട് പോലീസ് വരുന്നു, നാട്ടുകാരെല്ലാം ചേർന്ന് അന്വേഷിക്കുന്നു, എന്നിട്ടും ഒരു രക്ഷയില്ല. ഈ കുട്ടികൾക്ക് എന്തു പറ്റി, ശരിക്കും എന്താണ് ഇതിൻ്റെ ഈ തിരോധാനത്തിന് പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടീച്ചറുടെ റോള് പ്ലേ ചെയ്യുന്നത് ജൂലിയ ഗാർണറാണ്. രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത കുട്ടിയുടെ ആ റോളിൽ വരുന്നത് കാരി ക്രിസ്റ്റഫറാണ്. മിസ് ചെയ്ത കുട്ടിയുടെ അച്ഛൻ്റെ റോളിൽ ജോഷ് ബ്രോളിൻ വരുന്നുണ്ട്. ഈ 3 ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണ് സിനിമയുടെ ഹൈലൈറ്റ്. പ്രത്യേകിച്ചും കാരി ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ആ കൊച്ചു പയ്യൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഗംഭീരം പെർഫോമൻസാണ്. അവൻ എമി അവാർഡിനൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ആക്ടർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഉടനീളം ഒരു വലിയ പാർട്ട് അവൻ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നല്ല പെർഫോമൻസാണ് അവൻ്റെ ഭാഗത്തു നിന്ന്. ജോഷ് ബ്രോളിൻ്റെ അടുത്തുനിന്നാലും ശരി, ജൂലിയ ഗാർണറിൻ്റെ അടുത്തുനിന്നാലും ശരി, നല്ല പെർഫോമൻസ് അവരുടെ സൈഡിൽ നിന്നും വന്നിട്ടുണ്ട്. എമി മേഡിഗൻ എന്ന് പറയുന്ന വേറൊരു ആക്ട്രസ് ഉണ്ട്. പുള്ളിക്കാരുടെ റോളും നല്ല രീതിയിൽ പുള്ളിക്കാരി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലീഡ് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഗംഭീരമാണ്. സാക് ക്രഗറാണ് ഇതിൻ്റെ ഡിറക്ഷൻ. അത് നല്ല ക്വാളിറ്റി ആയിട്ട് പടം എടുത്തിട്ടുണ്ട്. ഒരു ഹൊറർ സിനിമയിൽ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഈ സിനിമ നമുക്ക് തരുന്നുണ്ട്. സ്കേറി ജമ്പിങ് സീൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പ്രതീക്ഷിച്ചിരിക്കുന്നിടത്ത് പേടിപ്പെടുത്താതെ, പ്രതീക്ഷിക്കാത്തിടത്ത് നല്ലോണം പേടിപ്പെടുത്തുന്ന സീനുകളുണ്ട്. ഇതിൻ്റെ BGM ഗംഭീരമായ പ്ലേസ്മെൻ്റാണ്. ഇതിൻ്റെ BGMന് സാധാരണ സിനിമകളിലുള്ളതിൽ നിന്നും ഡിഫറെൻ്റായിട്ടാണ് ഇതിൻ്റെ BGM പല സീനുകളിലും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് സിനിമ ആസ്വാദനത്തിന് ഒരുപാട് നിലവാരം കൂട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. ലാർക്കിൻ സിപ്പിളാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. അദ്ദേഹമാണ് എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന് പറഞ്ഞ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. നല്ല ലൈറ്റിങ്ങും നല്ല സീൻസും വിഷ്വൽസും ഒക്കെയാണ്. ഓവറോൾ നമ്മളെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് തരുന്ന, നല്ല പേടിപ്പിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റി ഇംഗ്ലീഷ് മൂവിയാണ് വെപ്പൺസ് എന്ന് പറയുന്ന ചിത്രം. തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ പോയി 100% ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കംപ്ലീറ്റ്ലി വർത്താണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ഇതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റും ഇതിൻ്റെ ആ സീനുകളുടെയൊക്കെ ഒരു ഫുൾ ഒരു ആസ്വാദനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ ഈ ചിത്രം കാണേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ഈ സിനിമ ഒരു 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം വളരെ എക്സ്ട്രീമായിട്ടുള്ള ചില വയലൻറ്റ് സീൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സ് വളരെ സാറ്റിസ്ഫൈയിങ് ആയ ഒരു ക്ലൈമാക്സ് ആണ്. പക്ഷേ വളരെ വയലൻ്റ് ആയ ഒരു ക്ലൈമാക്സ് ആണ്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ക്ലൈമാക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ വളരെ നല്ല ഒരു സിനിമ ആസ്വാദനം അല്ലെങ്കിൽ സിനിമ എക്സ്പീരിയൻസ് നമുക്ക് ഈ ചിത്രം തരുന്നുണ്ട്. 2025 മികച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ എണ്ണം പറഞ്ഞു വയ്ക്കാവുന്ന ഒരു സിനിമയാണ് വെപ്പൺസ്. തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ പറ്റിയുള്ള ഫീഡ്ബാക്കും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.